ഹായ് ഓൾ. എല്ലാവരും യു എ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഇന്ന് പറയുന്നത് അതല്ല. എന്തുകൊണ്ട് യു എ, എവിടെയാണ് യു എ, എന്തൊക്കെയാണ് യു എയുടെ വരുമാനം, എന്തൊക്കെയാണ് യു എയിലുള്ളത്. യു എ എന്ന് പറയുന്നത് 7 നാട്ടുരാജ്യങ്ങൾ കൊണ്ടാണ് യു എ എന്ന എമിറേറ്റ് രൂപപ്പെട്ടത്. 7 നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുമ്പം അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ, ഉമ്മുൽ ഖുവൈൻ, ഫുജൈറ. ഈ 7 നാട്ടുരാജ്യങ്ങൾ കൊണ്ടാണ് എന്ത് പറയുന്നത് യു എ എന്ന രാജ്യം പുറപ്പെടുവിച്ചത്. അതായത് 1971 ഡിസംബർ 2-നാണ് യു എ എന്ന രാജ്യം അനൗൺസ് ചെയ്തത്. ഇനി യു എയുടെ സക്സസ് മോഡൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, എയറോസ്പേസ് വരുന്നുണ്ട്, ട്രേഡ് വരുന്നുണ്ട്, ടൂറിസം വരുന്നുണ്ട്. ഇതെല്ലാം യു എയുടെ ഒരു സക്സസ് മോഡലാണ്. യു എയുടെ ക്യാപിറ്റൽ എന്നാണ് അബുദാബി അറിയപ്പെടുന്നത്. അതായത് 6ാമത്തെ ലാർജസ്റ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് സപ്ലൈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന നാട്ടുരാജ്യമാണ് അബുദാബി എന്ന് പറയുന്നത്. അവിടുത്തെ മെയിൻ കമ്പനി നോക്കുകയാണെങ്കിൽ അഡ്നോക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി വരുന്നുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ മെയിനായിട്ട് വരുന്ന കമ്പനീസ്. യു എയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള എവിടെയെന്ന് വെച്ചാൽ ദുബായിലാണ്. ഇപ്പോൾ കറൻലി പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 3.8 മില്യൺ ആൾക്കാർ എന്തുകൊണ്ട് ദുബായിലുണ്ട്. ദുബായിൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ മെയിനായിട്ട് ടൂറിസം, അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ബുർജ് ഖലീഫ. വൺ ഓഫ് ദ ലാർജസ്റ്റ് ടവറാണ് ബുർജ് ഖലീഫ. വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ടവറാണ് ബുർജ് ഖലീഫ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആൾക്കാരെല്ലാം കാണാനായിട്ട് ദുബായിലാണ് ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയുകയെന്ന് വെച്ചാൽ ജബലാലി പോർട്ട് വരുന്നുണ്ട്, പാം ജുമേറ, പാം ജബലാലി, ഇതെല്ലാം നമ്മുടെ ദുബായിലാണ്. ആൾക്കാർക്ക് ലക്ഷറി ആസ്വദിക്കാനായിട്ടാണെങ്കിൽ ഇപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ലൊക്കേഷൻ, വൺ ഓഫ് ദ ബെസ്റ്റ് സിറ്റിയാണ് ദുബായ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാർജസ്റ്റ് മാൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് വേൾഡിൽ തന്നെ അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ ദുബായിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, ദുബായുടെ വളർച്ച അത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ദുബായ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം. ഇനി ഷാർജയെക്കുറിച്ച് പറയുകയാണെങ്കിൽ യു എയിലെ ആദ്യത്തെ എയർപോർട്ട് വരുന്നത് ഷാർജയിലാണ്. അതുമാത്രമല്ല അവിടുത്തെ യൂണിവേഴ്സിറ്റി, ഷാർജ യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ അവർ എന്ന് പറഞ്ഞാൽ അറബിക് കൾച്ചർ, ഹെറിറ്റേജ് എല്ലാം അവർ കാത്തു സൂക്ഷിക്കും. അതായത് അവരെ കൾച്ചർ അവർ ഒരിക്കലും പുറത്തുവിടാൻ അവർ സമ്മതിക്കില്ല. അവരെ കൾച്ചർ അവർ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇനി അജ്മാൻ എന്ന് പറയുമ്പോൾ ഓൾഡസ്റ്റ് വിൻഡസ്റ്റ് ടവർ എന്നാണ് അജ്മാൻ അറിയപ്പെടുന്നത്. യു എയിലെ തന്നെ ഓൾഡസ്റ്റ് വിൻഡസ്റ്റ് ടവർ ആദ്യം വരുന്നത് അജ്മാനിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അഫോർഡബിൾ സെഗ്മെൻറ്റിൽ താമസിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അജ്മാൻ. അതായത് ഇപ്പോൾ ദുബായിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്ന 2 ലൊക്കേഷനാണ് ഷാർജ, അജ്മാൻ. ഇപ്പോൾ ഷാർജ ഓൾറെഡി കറൻ്റ്ലി ദുബായ് ആയിട്ട് റെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം ആണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഷാർജ പറ്റാത്തവർക്ക് അജ്മാൻ ബെസ്റ്റ് ഓപ്ഷനാണ്. ഇനി ഫുജൈറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ കോസ്റ്റിനോട് ചേർന്ന ഒരു രാജ്യമാണ് ഫുജൈറ എന്ന് പറയുന്നത്. അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കൂടുതലും മലകളും പർവ്വതങ്ങളും അതൊക്കെയാണ് ഫുജൈറയിലുള്ളത്. ദുബായിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ട്രിപ്പ് ആസ്വദിക്കാൻ പോകുന്ന ഒരു രാജ്യമാണ് ഫുജൈറ, അതുപോലെ തന്നെ റാസൽ ഖൈമ. ഇനി റാസൽ ഖൈമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഹയസ്റ്റ് പീക്ക് വരുന്ന ജബൽ ജെയ്സ് വരുന്നത് റാസൽ ഖൈമയിലാണ്. 1000+ ആർക്കിയോളജിക്കൽ സൈറ്റ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ റാക്കിൻ്റെ സെറാമിക് മാനുഫാക്ചറിങ് കാര്യങ്ങളെല്ലാം നമ്മുടെ റാസൽ ഖൈമയിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റാസൽ ഖൈമയിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഉമ്മുൽ ഖുവൈൻ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇനി ഉമ്മുൽ ഖുവൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീ ഫുഡ് എക്സ്പോർട്ട് നടക്കുന്ന ഈ മിഡിൽ ഈസ്റ്റ് ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, ഇവിടെ നിന്നെല്ലാം പോകുന്നത് ഉമ്മുൽ ഖുവൈൻ എന്നാണ്. അതുപോലെ തന്നെ മാംഗ്രോവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് നദീജലങ്ങളെല്ലാം, പക്ഷികളെല്ലാം വന്നിരിക്കുന്ന ഒരു ഫോറസ്റ്റാണ് മാംഗ്രോവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഉമ്മുൽ ഖുവൈൻ ഉള്ളത്. നമ്മുടെ യു എയിൽ 200-ലധികം നാഷണാലിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ താമസിക്കുന്നുണ്ട്. അതിൽ വൈറ്റ് കോളേഴ്സ് മാത്രം എന്ത് ചെയ്യുന്നത് 40% വർക്ക് ഫോഴ്സാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അതുമാത്രമല്ല നമ്മുടെ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഹയർ വേജിന് വരുന്നത് നമ്മുടെ യു എ ആണ് എപ്പോഴും ചൂസ് ചെയ്യുന്നത്. ഇനി യു എയിൽ ആരൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓയിൽ ആൻഡ് ഗ്യാസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ട്രേഡ് ആയിക്കോട്ടെ, ടൂറിസം ആയിക്കോട്ടെ, എയറോസ്പേസ് ആയിക്കോട്ടെ, ഇത്രയധികം ട്രേഡുകൾ എന്ത് ചെയ്യുന്നുണ്ട് യു എയിൽ നടക്കുന്നുണ്ട്. ഇതാണ് ടോട്ടൽ ഒരു ഓൾ ഓവർ യു എ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് സെക്ടേഴ്സ്. വേൾഡ് ബ്രാൻഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം യു എയിൽ ഏതൊക്കെ ബ്രാൻഡാണ് വരുന്നതെന്ന് നോക്കാം. മാസ്റ്റർ കാർഡ് ആയിക്കോട്ടെ, P&G ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ലിങ്ക്ഡിൻ ആയിക്കോട്ടെ, സ്റ്റാർബക്സ് ആയിക്കോട്ടെ, ഇതെല്ലാം അതിൻ്റെ മേജർ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നമ്മുടെ ദുബായിലാണ്, യു എയിലാണ്. നമ്മുടെ ഇന്ത്യക്കാർ യു എയിൽ ബില്യണറായ ആരൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ MA യൂസഫലിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലുലു ഗ്രൂപ്പ് ചെയർമാൻ. അത് രണ്ടാമതായിട്ട് വരുന്നത് ധനു പ്രോപ്പർട്ടീസിലെ റിസ്വാൻ സാജനാണ്. മൂന്നാമതായിട്ട് വരുന്നത് ജെയിംസ് ഇൻ്റർനാഷണൽ സ്കൂൾ. ഈ 3 സെക്ടറാണ് നമ്മുടെ ഇന്ത്യയിൽ ദുബായിൽ വന്നിട്ട് പണക്കാരായത്. ഇവിടെ എന്തുകൊണ്ട് ആൾക്കാർ യു എ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന് എക്കണോമിക് സ്റ്റെബിലിറ്റി, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഇവിടെ ആർക്കും എന്ത് വേണം ബിസിനസ് തുടങ്ങാം. അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ ആർക്കും എന്തും തുടങ്ങാം. ഇനി ഇതിൽ മെയിനായിട്ട് ഞാനൊരു പോയിന്റ് പറയാൻ വിട്ടേ, ടാക്സേഷൻ. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു ടാക്സും ഇല്ല, 0 കോസ്റ്റ് 0 ടാക്സ്. നിങ്ങളൊരു ഫ്രീ സോണിലാണ് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സുഖമായിട്ട് ഒരു ടാക്സും കൊടുക്കാതെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. അതാണ് എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫ്രീ സോണിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ തള്ളിക്കയറുന്നു. അതാണ് ഫ്രീ സോണും മറ്റേതും തമ്മിലുള്ള വ്യത്യാസവും. ഇതൊക്കെയാണ് ഓവറോൾ ഒരു യു എയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. യു എയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു യൂട്യൂബ് ഇട്ടിട്ട് മാത്രം നിൽക്കില്ല. കാരണം അത്രത്തോളം ഉണ്ട് യു എയെക്കുറിച്ചുള്ള പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് യു എ എന്ന് പറയുന്നത്. അത്രത്തോളം വലിയ രാജ്യമാണെന്ന് വെച്ചാൽ വലിയ രാജ്യമല്ല, എന്നാൽ ചെറിയ രാജ്യമാണെന്ന് വെച്ചാൽ ചെറിയ രാജ്യമില്ല. കാരണം അത്രയും ആൾക്കാർ ഇവിടെ യു എയിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ യു എ വൺ ഓഫ് ദ ബെസ്റ്റ് സിറ്റിയാണ്. ഇതൊക്കെയാണ് മൊത്തത്തോറിൽ എനിക്ക് യു എയെക്കുറിച്ച് പറയാനുള്ളത്. ഇനിയും ഞാൻ യൂട്യൂബ് വീഡിയോയിൽ വരുന്നതായിരിക്കും. എന്തൊക്കെയാണ് യു എയുടെ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറും കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോ കാണാം.
സോ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയ ആൾക്കാരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത് നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നിങ്ങൾ ഇൻഫോർമേറ്റീവ് എന്ന് പറയുക. ഇതിന് എന്തെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പോസിറ്റീവോ നെഗറ്റീവോ എന്തെങ്കിലും പറയണേ കമൻസിൽ രേഖപ്പെടുത്തും. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം.